ഹായ്, ഈ ക്രിസ്മസിന് നമുക്കൊരു പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ കുറച്ച് സ്പൈസസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ എടുത്തിരിക്കുന്നത് പട്ട, ഗ്രാമ്പു, ജാതിക്ക, പിന്നെ കുറച്ച് ഏലക്കായ് ആണ്. ഇത് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അതോടൊപ്പം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അത് ഞാൻ ഇവിടെ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. മിനിമം ഒരു 2 hours എങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ ചെറി എടുത്തിട്ടുണ്ട്, കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ 1/4 കപ്പ് വീതവും ഗോൾഡൻ റേസൻസും ബ്ലാക്ക് റേസൻസും 1/2 കപ്പ് വീതവും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ആ സ്പൈസസ് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇത് ഒരു 2 hours ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഷുഗർ കാരമൽ ചെയ്യാൻ വെക്കണം. അതിനൊരു 1/2 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു പാനിൽ വെച്ചിട്ടുണ്ട്. അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ അത് കാരമലാവാൻ തുടങ്ങും. ഷുഗർ ഫുൾ കാരമലായിട്ട് വരുന്ന സമയത്ത് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. കുറച്ച് സമയം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഷുഗർ ശരിക്കും മെൽട്ടായിട്ട് വന്നോളും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഗീയും ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. ഞാൻ ഇവിടെ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലെ ബട്ടർ ആയിരിക്കണം. അതൊന്ന് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് വിസ്ക് വെച്ച് അടിച്ചെടുത്താലും മതി, മിക്സിയിലും അടിക്കാം. ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം ഓരോരോ മുട്ട ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ട അടിച്ചെടുക്കുന്ന അതേ സമയത്ത് തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർക്കുന്നുണ്ട്. ഇതും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഷുഗർ കാരമൽ ചെയ്തത് ചേർക്കാം. ഇതും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് കുറച്ച് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും ചേർക്കുന്നുണ്ട്. ഇതും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മൈദ മിക്സ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒരു 3 ടൈംസ് എങ്കിലും അരിച്ചെടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് കാഷ്യൂ നട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് മൈദ മിക്സിൻ്റെ അതിൽ നിന്ന് 1 സ്പൂൺ മൈദ മാവ് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് കേക്കിൻ്റെ എല്ലാ സ്ഥലത്തും ഈ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മൊത്തം അടിയിലായി പോവും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മൈദമാവ് നമ്മൾ ബട്ടറും മുട്ടയും അടിച്ച് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിൽ ഞാൻ 1 ടീസ്പൂൺ ഡ്രൈ ജിഞ്ചർ പൗഡർ ചേർക്കുന്നുണ്ട്. ഇതും ചേർത്തിട്ട് ഇത് ആ കേക്ക് മിക്സിൽ കുറച്ചായിട്ട് ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കാം.
ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ച സ്പൈസസ് ചേർക്കുന്നുണ്ട്. ഇതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 2 മിനിറ്റ് ചൂടാക്കി വെച്ച കുക്കറിലേക്കാണ് ഒഴിച്ച് വെക്കുന്നത്. ഇത് കുക്കറിലേക്ക് ഒഴിക്കാം. കേക്ക് മിക്സ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേത കുറച്ച് കാഷ്യൂനട്ടും ചെറിയും വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുക്കറിൻ്റെ വെയിറ്റ് അഴിച്ചു വെച്ചതിന് ശേഷം അടച്ചു വെക്കാം. ഞാൻ വാഷർ വെച്ചിട്ടാണ് അടച്ചു വെക്കുന്നത്. ഒരു 55 മിനിറ്റ്സ് വരെ സിമ്മിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഒരു 55 മിനിറ്റ്സ് ആയിട്ടുണ്ട്. കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.